Greetings to all of you in the blessed name of our Lord Jesus. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. It was a privilege for me to be with all of you this Lord's Day morning. ഇന്ന് കർത്തൃ ദിവസത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, പദവിയായിട്ട് കരുതുന്നു. And it was a joy to remember the Lord with the breaking of bread this morning along with the assembly. ഇന്ന് രാവിലെ സമയം കർത്താവിനെ ആരാധിപ്പാനും കർത്തൃമേശയിൽ ആചരിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Thank you very much for the welcome that you extended and this opportunity that you gave to minister God's word to the whole assembly. നിങ്ങളെ സ്വാഗതം ചെയ്തതിൽ നന്ദി കരയറ്റുന്നത് മാത്രമല്ല, ദൈവവചനം സംസാരിക്കുവാൻ നിങ്ങളിങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. During the time of worship we were giving to the Lord. നാം ആരാധിച്ചിരുന്നപ്പോൾ നാം കർത്താവിന് കൊടുക്കുകയായിരുന്നു. Now in the time of the ministry of God's word, we are waiting upon the Lord that we may receive from him the necessary manna for our life. ദൈവവചനം നാം കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുകയാണ്. ഓരോ ദിവസം നമുക്ക് ആവശ്യമുള്ള മന്ന ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. So with a yearning, with an earnest heart, may the Lord help us that we may remain in the presence of God. വളരെ വാഞ്ചയോടെ ദൈവസന്നിധിയിൽ ദൈവവചനം ലഭിക്കുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. From Wednesday I've been sharing from chapter 8 of Romans. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഞാൻ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. Last evening also we could come together and share from that same chapter. ഇന്നലെയും നാം ഇവിടെ കടന്നു വന്നു. 8-ാം അധ്യായത്തിൽ നിന്ന് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു. Last evening we were looking at verses 18 to 27. കഴിഞ്ഞ ദിവസം നാം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നാം കണ്ടത്. There we saw that the hope that we have about the glory is really amazing. നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ് ഏറ്റവും അത്ഭുതകരമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. The glory shall far exceed the sufferings that we go through in our daily lives. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾക്ക് ഉപരിയായിട്ടുള്ള തേജസ് ആണ് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. In the light of that glory that is going to that we are going to share with the Lord, we can look at the sufferings are as negligible. നമുക്ക് ഇപ്പോൾ ഉള്ള കഷ്ടതകൾ സാരമില്ല. നാം കർത്താവിനോട് കൂടെ ഇപ്പോൾ തേജസ്സിലായിരിക്കുമ്പോൾ അത് ഏറ്റവും മഹത്തരവനായിരിക്കുന്നു. ഇപ്പോഴത്തെ കഷ്ടത സാരമില്ല നമുക്ക് കാണുവാനായിട്ട് കഴിയും. We saw the three reasons Paul presents to think like that. അത് അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ചില കാരണങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. The expectation of the creation, സൃഷ്ടി അതിനുവേണ്ടി കാംക്ഷിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. the hope of the Christian, നമ്മുടെ വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. and not only that, the help of the Holy Spirit that we are enjoying daily. അതുമാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഓരോ ദിവസവും നാം അനുഭവിക്കുന്നു. അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. All this indicates very clearly, the greatness about the day that's going to come. ഇത് എല്ലാം കാണിക്കുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ദൈവത്തോടെ നാം ചേരുമ്പോഴുള്ള അവസ്ഥയെ കാണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Definitely all these thoughts that we are sharing should encourage us in our Christian life. നാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി പ്രയോജനമായി തീരുവാനായിട്ട് ദൈവം സഹായിക്കും. Should prepare us to love the Lord more. നാം കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് ഇത് ഇടയാകട്ടെ. And it should encourage us to live for his glory each day. ഓരോ ദിവസവും നാം അവന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. Now we will come back to that same chapter and go forward from there. നമുക്ക് വീണ്ടും ഈ അധ്യായത്തിലേക്ക് കടന്ന് വന്നതിന് ശേഷം മുമ്പോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. For our meditation in this session we will read from verse 28 on till verse 30. ഈ സെഷനിൽ നമ്മൾ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നോക്കുന്നതാണ്. And we know that all things work together for good to those who love God, to those who are called according to his purpose. For whom he foreknew, he also predestined to be conformed to the image of his Son, that he might be the firstborn among many brethren. Moreover, whom he predestined, these he also called. Whom he called, these he also justified. And whom he justified, these he also glorified. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു.
അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. May the Lord add His blessings upon the reading of these verses. ഈ വചനം വായിച്ചതിൽ ദൈവത്തിന്റെ ധാരാളമായിട്ടുള്ള കൃപ അതിന്റെ മേൽ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I'm sure that this portion that we read is quite familiar to all of us. ഈ വായിച്ച വാക്യം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്. Some of you may know this by heart. ചിലർക്ക് ഇത് കാണാതെ പറയാനായിട്ട് സാധിക്കും. You might have heard from this portion, many times. ഈ ഭാഗത്തിൽ നിന്ന് അനേക സന്ദേശങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. It's very difficult to, share from familiar passages. നമുക്കറിയാവുന്ന ഭാഗത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. One thing is, when we open the word, the audience will think, yeah, this we have heard many times. ഇത് നാം വായിക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ വിചാരിക്കും, ഇത് ഞാൻ പലവട്ടം കേട്ടിട്ടുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയും. We know what brother is going to share. സഹോദരൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. So let us not have that kind of an attitude. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടു കൂടി ഇരിക്കരുത്. Probably we are going to hear what we have heard before also. നേരത്തെ കേട്ട കാര്യം ഒരുപക്ഷെ പിന്നെയും കേട്ടെന്നിരിക്കാം. But there are truths in the scripture which need to be reminded. നമുക്ക് ദൈവവചനത്തിലുള്ള ചില സത്യങ്ങൾ വീണ്ടും നാം കേൾക്കേണ്ടതാണ്. Which we ought to receive often. നമുക്ക് കൂടെ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അത് സ്വീകരിക്കേണ്ടതാണ്. So that way, let's have a fresh mind and listen to the word of God. നമുക്ക് ശരിയായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടെ ദൈവസന്നിധിയിലായിരിക്കാം. This portion, verse 28 especially, it's somebody has called it as the soft pillow for a tired heart. ഒരു വളരെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു മൃദുവായിട്ടുള്ള ഒരു തലയണ പോലെ ആണ് 28ാമത്തെ വാക്യം ഇരിക്കുന്നത്. From verse 17 on, Paul has been telling about people who are suffering. 17 മുതലുള്ള വാക്യത്തിൽ വിശ്വാസികളുടെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. As we noticed, sufferings are common to all. ഈ കഷ്ടത സാധാരണമാണ്, സർവ്വസാധാരണമാണ്. If sufferings are there, here God is providing us a pillow that we may, take rest on it. നമുക്ക് കഷ്ടത തരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു തലേണ കൂടി നമ്മൾ റെസ്റ്റ് ചെയ്യുവാൻ തന്നിരിക്കുന്നു. So the portion is very much in continuation of the passage before us. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഭാഗത്തോടനുബന്ധിച്ച് ആണ് കാര്യങ്ങൾ വരുന്നത്. There also he said that the glory is going to be far exceeding, or rather, we can neglect the sufferings that are at present in the light of the future. നമുക്ക് വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണണം. And he has been giving lot of reasons for that. അതിന് അനേക കാരണങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. This also is in continuation with that. അതും ഈ ഭാഗവും അതിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ്. Here Paul is presenting before us the divine purposes for his children. ദിവ്യമായിട്ടുള്ള നമുക്ക് ഉദ്ദേശം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. The divine purposes for the believers. വിശ്വാസികൾക്കുള്ള ദിവ്യമായിട്ടുള്ള ഉദ്ദേശം ഇവിടെ പറയുന്നു. This also ends up in glorification. ഇതും തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട്. See, the last word in the portion that we considered is that word glorified. അവസാനം നാം കണ്ടത് തേജസ്കരിക്കപ്പെടുന്നു എന്നുള്ള കാര്യമാണ് അതിനു മുമ്പുള്ള വാക്യത്തിൽ നാം കണ്ടത്. So here also glory is in view. ഇവിടെയും തേജസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So Paul is not going away from the topic that he has been considering. താൻ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നിന്ന് താൻ മാറിയിട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. This is an extension of what we have been considering. നേരത്തെ പറഞ്ഞ കാര്യത്തോട് കൂട്ടിച്ചേർന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. But at the same time, എന്നാൽ അതേ സമയം Paul is taking in this verses the believers, the readers, to a new level of എന്നാൽ വേറൊരു തലത്തിലേക്ക് അനുവാചകരെ പൗലോസ് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ കഴിയും. May the Lord help us that as we consider this portion, the Lord would help us to understand it clearly. ദൈവം ഈ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം അത് വിഭാഗിച്ച് തരുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. From this passage that we read just now, നാം ഇപ്പോൾ വായിച്ച ഭാഗത്ത് there are three things I want you to notice. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. Number one, ഒന്നാമത്തെ കാര്യം, the description of the believers. അവിടെ വിശ്വാസികളുടെ വിവരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. As we had seen earlier, നാം നേരത്തെ കണ്ടതുപോലെ verses 28 to 30
Firstly, it is the divine purposes for believers. 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ദിവ്യമായിട്ടുള്ള ദൈവത്തിന്റെ വിശ്വാസികൾക്കുള്ള ഉദ്ദേശത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Now, first of all, we see the description of the believers. അത് മാത്രമല്ല വിശ്വാസികൾക്കുള്ള വിവരണം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. Then we see their confidence. അവരുടെ ധൈര്യത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Then we see their progress. അത് മാത്രമല്ല അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. These are the three things that we are going to see in a very brief way from this, based upon this verse. ഈ 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ ഈ കാര്യങ്ങളാണ് നാം നോക്കുവാൻ പോകുന്നത്. Look at their description. അവിടെ പറഞ്ഞിരിക്കുന്ന വിവരണം നമുക്ക് നോക്കാം. When we consider this, we should remember that it's about you and I. It's about us. എന്നെ കുറിച്ച് നിന്നെ കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. A twofold description we have here. രണ്ട് തരത്തിലുള്ള വിവരണം അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട്. Number one, ഒന്നാമത്തത് they are those who love God. ഒന്നാമത്തെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Secondly, രണ്ടാമത് they are those who are called, the called. ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Believers love God. വിശ്വാസികൾ ദൈവത്തെ സ്നേഹിക്കുന്നു. Notice verse 28. 28ാമത്തെ വാക്യം നോക്കാം. And we know that all things work together for good to those who love God. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Now Paul is not dividing believers into two, as those who love God and those who don't love God. ഇവിടെ പൗലോസ് വിശ്വാസികളെ രണ്ട് തരത്തിലല്ല ആക്കുന്നത്. ഒന്ന് സ്നേഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, സ്നേഹിക്കാത്തവരെ കുറിച്ചല്ല ഇവിടെ ഭാഗിക്കുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. All the believers love God. എല്ലാ വിശ്വാസികളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. All the believers love the Lord Jesus Christ. എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. A believer can never say I hate Jesus Christ. A believer can never say I hate Jesus Christ. ഒരു വിശ്വാസിക്ക് ഞാൻ യേശുക്രിസ്തുവിനെ വെറുക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. When we come to 1 Corinthians chapter 16, 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ there in verse 22, 22ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. Paul says, if anyone does not love the Lord Jesus Christ, let him be accursed. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. That means those who don't love, they are accursed. They are not believers at all. കർത്താവിനെ സ്നേഹിക്കാത്തവർ വിശ്വാസികളല്ല, അവർ ശപിക്കപ്പെട്ടവരാണ്. Even when you come to Ephesians 6:24, എഫേസ്യ ലേഖനം 6:22 നാം ഇങ്ങനെ കാണുന്നു. Grace be with all those who love our Lord Jesus Christ in all sincerity. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. That includes all the believers. എല്ലാ വിശ്വാസികളെ ഉൾക്കൊള്ളിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. What I'm trying to say is, believers have this description. They are people who love God. വിശ്വാസികൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വിവരണം ഇതാണ്, അവരെല്ലാവരും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാണ്. At the same time, അതേസമയം when we say that we love God, it is good for us to examine our lives and see whether we are, keeping his commandments also or not. നാം ദൈവത്തെ അല്ലെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ കൽപ്പനകളെ നാം ആചരിക്കുന്നു എന്നുള്ള കാര്യം നാം നമ്മളെ തന്നെ വിവേചിക്കേണ്ടതാണ്. Because the Lord himself said, കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, if you love me, you will keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. That shows clearly that if we have this description that we are people who love God, then we ought to be people who keep his commandments also. നമ്മളെ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്ന വിവരണം ഇതാണ്, അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അതുകൊണ്ട് നാം കൽപ്പന ആചരിക്കേണ്ടതാണ്. This morning it's good for us to see whether we are keeping his commandments or not. നാം ഇന്ന് രാവിലെ നാം നോക്കേണ്ടത്, നമ്മളെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം, നാം കൽപ്പനകളെ ആചരിക്കുന്നവരാണോ അനുസരിക്കുന്നവരാണോ എന്നുള്ള കാര്യം നാം നോക്കണം. How is our relationship to his commandments, his word? അവന്റെ നാം വചനവുമായിട്ട്, അവൻ പറഞ്ഞിരിക്കുന്ന കൽപ്പനയുമായിട്ട് നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് നാം നോക്കേണ്ടതാണ്. When we were born again, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ, when we accepted the Lord Jesus as our Savior and Lord, കർത്താവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, we were actually taking a decision to keep his commandments all our life. നമ്മുടെ ജീവിതകാലം മുഴുവൻ അവന്റെ കൽപ്പനകളെ ആചരിക്കാം എന്നുള്ള ഒരു തീരുമാനം നാം എടുത്തു. Because he is our Lord. അവൻ നമ്മുടെ കർത്താവാണ്. A Lord should be obeyed, isn't it? ഒരു കർത്താവിനെ നാം എപ്പോഴും അനുസരിക്കേണ്ടതാണ്. He has complete lordship over our life. നമ്മുടെ മേലുള്ള കർത്തൃത്വം അവന്റെ മേലുണ്ട്. So we have to keep his commandments in all walks of our life. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ
കൽപ്പനകളെ നാം ആചരിക്കേണ്ടതാണ്. Not just that which is convenient for us. നമുക്ക് സൗകര്യമുള്ള കൽപ്പനകൾ മാത്രമല്ല, Whether convenient or inconvenient, every believer is bound to keep his word. നാം സൗകര്യമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും നാം ദൈവത്തിന്റെ കൽപ്പന ആചരിക്കേണ്ടതാണ്. That's loving God. അതാണ് നാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. So believers are them that love God. വിശ്വാസികൾ എന്ന് പറയുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. The second description, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വിവരണം ഇതാണ്, the called, those who are called. വിളിക്കപ്പെട്ടവർ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. We have the title used in various places in the New Testament. പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള തലക്കെട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And there are various portions which tells about our calling. നമ്മുടെ വിളിയെ കുറിച്ച് അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We're not going into all that. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. I will just refer to certain things and we'll pass on. ചില കാര്യങ്ങൾ നാം നോക്കിയതിന് ശേഷം അത് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. When we come to 1 Corinthians chapter 1 verse 26, 1 കൊരിന്ത്യർ 1:26 വാക്യം നാം വായിക്കുമ്പോൾ, Paul is asking the believers to see their calling. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. In chapter 1 and verse 2 there, 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, he reminds the believers that they are the called to be saints. അവര് വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. In Philippians 3:14, ഫിലിപ്പിയ ലേഖനം 3:14 വാക്യം നാം വായിക്കുമ്പോൾ, this call that you and I have received is called as a high calling. ഏറ്റവും ഉന്നതമായിട്ടുള്ള വിളിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Hebrews 3:1, ഹെബ്രായ ലേഖനം 3:1, it's a heavenly calling. അത് സ്വർഗീയ വിളി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. 2 Timothy 1:9, 2 തിമോത്തി 1:9, it's a holy calling. അത് വിശുദ്ധ വിളി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And when you come to 1 Peter 5:10, 1 പത്രോസ് 5:10, we are told that we are called unto eternal glory. നിത്യ തേജസ്സിനായി നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. So what I'm trying to say is, well, we have lot of references in connection with our calling. നമ്മുടെ വിളിയെ കുറിച്ച് അനേക വേദ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. We are the called. നാം വിളിക്കപ്പെട്ടവരാണ്. You see, we were in darkness once upon a time. നാം ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു. He called us out of darkness into light. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. We were in death once upon a time. നാം ഒരിക്കൽ മരണത്തിലായിരുന്നു. He has called us from that deadness into life. മരണത്തിൽ നിന്ന് നമ്മളെ ജീവങ്കിലേക്ക് കടത്തിയിരിക്കുന്നു. We were under Satan once upon a time. നാം സാത്താന്റെ അടിമത്തത്തിലായിരുന്നു. The Lord has brought us out of that slavery. അവിടെ അടിമത്തത്തിൽ നമ്മളെ കൊണ്ടുവന്നു. We were after the world. നാം ലോകത്തിന്റെ പുറകെ ആയിരുന്നു. Lord has called us from that path. അതിൽ നിന്ന് നമ്മളെ ദൈവം വിളിച്ചു. We were under wrath once upon a time. ഒരു കാലത്ത് നാം കോപത്തിന് He അധീരരായിരുന്നു. has brought us out of that wrath. കോപത്തിൽ നിന്ന് നമ്മളെ വിളിച്ചു. Lot of things we can say like that. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുവാനായിട്ട് We are the called. നാം വിളിക്കപ്പെട്ടവരാണ്. What a blessed thing. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ. We love God നാം ദൈവത്തെ സ്നേഹിക്കുന്നു. and we are the called. നാം അത് മാത്രമല്ല, നാം വിളിക്കപ്പെട്ടവരുമാണ്. These are the two descriptions we see in the passage before. ഇവിടെ വിശ്വാസികളെ കുറിച്ച് 2 വിവരണങ്ങൾ ഇതാണ് ഇവിടെ നിന്ന് കാണുന്നത്. Now, after giving these descriptions, we will look at their confidence. അവരുടെ അത് പറഞ്ഞിരിക്കുന്ന വിവരണം പറഞ്ഞിരിക്കുന്നതിന് ശേഷം അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ധൈര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ. What is the beginning of verse 28? 28ന്റെ ആദ്യത്തെ വാക്കുകൾ എങ്ങനെയാണ്? Familiar to us. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. And we know that all things work together for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. What a blessed truth it is. ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യമാണ്. Paul says, and we know. അത് നമുക്ക് അറിയാമെന്നാണ് പൗലോസ് പറയുന്നത്. There we see the confidence. അവിടെ ഉള്ള ധൈര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. You know, earlier while we were looking at verse 18, 18ാമത്തെ വാക്യം നാം കണ്ടപ്പോൾ Paul began that verse with this phrase, താൻ ഇങ്ങനെയാണ് തുടങ്ങിയത്, for I reckon. ഞാൻ എണ്ണുന്നു അവിടെ പറയുന്നു. Now he says, എന്നാൽ ഇവിടെ പറയുകയാണ്, we know. നമുക്ക് അറിയാം. See, it's almost synonymous. അത് നമുക്ക് പ്രസിദ്ധമായി അറിയാവുന്ന ഒരു കാര്യമാണ്. What we know is what we reckon, isn't it? നാം അറിയാവുന്ന കാര്യമാണ് നാം എണ്ണുന്നത്. So it is one and the same. രണ്ടും ഒന്ന് തന്നെയാണ്. It connects this passage with the earlier one again. ഈ ഭാഗം നേരത്തെയുള്ള ഭാഗവുമായിട്ട് ഇത് കോർത്തിണക്കിയിരിക്കുന്നു. Now, oh Paul, what is that you know? നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് എന്ന് What are you so confident about? നിങ്ങൾ ഏത് കാര്യത്തിൽ
കാര്യത്തിൽ ധൈര്യമായിരിക്കുന്നു. We know that all things work together for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. Maybe he is having all those sufferings which he has been telling, in his mind. തന്റെ മനസ്സിലുള്ള സകല കഷ്ടതകളും കുറിച്ച് നാം ഓർത്ത് കാണും. All things means all things. എല്ലാം എന്ന് പറയുമ്പോൾ സകലതും എന്ന് താൻ പറയുകയാണ്. Not most of the things, but all things. മിക്കവാറുമുള്ള കാര്യങ്ങളല്ല, സകല കാര്യവും എന്നാണ് ഇവിടെ പറയുന്നത്. Not just favorable things, but everything. നമുക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സകല കാര്യവും അവിടെ പറയുകയാണ്. Everything in a Christian life works out for good. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും തിന്മയും നന്മയും എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നു. Now when we say for good, ഇത് നന്മയ്ക്കായിട്ട് എന്ന് പറയുന്നു, doesn't mean that it's everything is for our comfort. നമ്മുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ സൗകര്യത്തിനല്ല എന്ന് മനസ്സിലാക്കരുത്. It doesn't mean that all things happens in our life is for our prosperity. നമ്മുടെ അഭിവൃദ്ധിക്കാണ് സകലതും വരും എന്ന് നാം അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. It doesn't mean that it is all for a better health or better living and things like that. നമ്മൾക്ക് നല്ല ഒരു ആരോഗ്യം ലഭിക്കാൻ വേണ്ടി ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. When Paul says for good, he is thinking about the supreme good. ഏറ്റവും ഉന്നതമായിട്ട് ഉള്ള നന്മ എന്നാണ് താൻ പറയുന്നത്. When you come to chapter 1 of Genesis, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ, after each creation we see God evaluating that creation that he did. താൻ സൃഷ്ടിച്ചതിന് ശേഷം താൻ അതിനെക്കുറിച്ച് താൻ ഇങ്ങനെ വിവരിക്കുന്ന കാണുവാൻ He saw that it's good. അത് നല്ലതാണെന്ന് താൻ പറയുന്നു. You see that being repeated each day. ഓരോ ദിവസവും താൻ അത് തുടർച്ചയായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. At the end of the chapter we see that it looked all things and he saw that everything is very good. താൻ സൃഷ്ടിച്ച കാര്യങ്ങൾ സകലതും നല്ലതാണെന്ന് താൻ പറഞ്ഞു. That good means what? നല്ലതെന്ന് പറഞ്ഞാൽ എന്താണ്? Good means good for his glory. തന്റെ മഹിമയ്ക്കായിട്ട്, അത് തൻ തേജസ്സിനായിട്ട് നല്ലത് എന്ന് കാണുന്നു. That was the intention of the creation. അതിന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയായിരുന്നു. It should be all for his glory. തന്റെ മഹിമയ്ക്കായിട്ട് ഇത് കാര്യങ്ങൾ താൻ സൃഷ്ടിച്ചു എന്ന് കാണുവാൻ കഴിയും. Think of anything that God is doing, താൻ ചെയ്യുന്ന സകല കാര്യം നാം നോക്കിയാൽ, whether creation or redemption, താൻ സൃഷ്ടിയും അത് മാത്രമല്ല വീണ്ടെടുപ്പും, or the providence of his children, നമുക്ക് തരുന്ന നന്മകൾ എല്ലാം, you think about everything, anything, well, it's all for his glory. സകലതും തന്റെ മഹിമയ്ക്കായിട്ട് തന്റെ മഹത്വത്തിനായിട്ട് ആയിരിക്കുന്നു. That's the supreme good. തന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നന്മ നമുക്ക് കാണുവാൻ കഴിയും. So when it says that all things are for good, what it means is it is for that supreme good. It is all for his glory. സകല നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്റെ മഹത്വത്തിനായിട്ടായിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. And when we know that all things is for his glory, in that we ought to find goodness in every experience of you and I. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല സാഹചര്യങ്ങളിലും അതിൽ നന്മ കാണേണ്ടതാണ്. ആത്യന്തികമായിട്ട് അത് ദൈവനാമ മഹത്വത്തിനാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Now one thing we have to remember. ഒരു കാര്യം നാം ഓർക്കേണ്ടത് ഇങ്ങനെയാണ്. Paul is not simply telling that all things are for good. പൗലോസ് ഇവിടെ ഇങ്ങനെ പറയുകയല്ല എല്ലാം നല്ലതാണെന്നല്ല ഇവിടെ പറയുന്നത്. But what he says is all things work together for good. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. They work together. അതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് കാണുവാൻ. If you take things one by one, നിങ്ങൾ ഓരോന്നായിട്ട് എടുത്താൽ, well, you cannot say that it's good. അത് നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. Just now we heard an announcement about an auntie who died in Bangalore. ഒരു ആന്റി ബാംഗ്ലൂർ മരിച്ചു എന്ന് നാം കേട്ടു. ഇപ്പോൾ we saw that she had a fall. താൻ വീണു എന്ന് കണ്ടു. Is that fall good? വീഴുന്നത് നല്ലതാണോ? No, we cannot say that it's good. വീഴുന്നത് നല്ലതാണെന്ന് പറയാൻ സാധ്യമല്ല. In itself it is not good. അത് തന്നെ അങ്ങനെ വീഴുന്നത് നല്ലതല്ല. But it works together with various other things for the glory of God. എന്നാൽ സകലതും നാം കൂട്ടി വായിക്കുമ്പോൾ, എല്ലാം കൂടി വ്യാപരിക്കുമ്പോൾ അത് നന്മയാണ് കാണുവാൻ കഴിയും. Sometimes this example is given. ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. You think about salt that we use daily. നാം ഉപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. What is the chemical name for salt? ശാസ്ത്രീയ നാമം എന്താണ് സോൾട്ടിന്റെ? Just trying your knowledge, sodium chloride. Sodium chloride. Sodium plus what? Chlorine? Okay, plus chlorine. Yeah. You take sodium alone? നിങ്ങൾ സോഡിയം മാത്രം എടുത്താൽ Can you consume it? അത് കഴിക്കുവാൻ സാധ്യമാണോ? No, it's poison, it seems, isn't it? അങ്ങനെ സാധ്യമല്ല. You take the chlorine alone? ക്ലോറിൻ തനിച്ചായിട്ട് നിങ്ങൾ കഴിക്കാൻ സാധിക്കുമോ? No, that's not good for your body. നിങ്ങളുടെ ശരീരത്തിന് അത് നല്ലതല്ല.
So taking it individually, it's not tasty, it's not good for your body at all. You cannot consume it. ഓരോന്നോരോന്നായിട്ട് എടുത്താൽ അത് സോഡിയം മാത്രം എടുക്കുകയോ ക്ലോറിൻ മാത്രം എടുക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. But when it is together, it works for your good. എന്നാൽ രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. It makes things tasty then. അത് നല്ല രുചി ഉണ്ടാകും. Take another, Nardan example. വേറൊരു നാടൻ ഉദാഹരണം പറയുകയാണ്. Think about sambar. സാമ്പാറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. I hope you make sambar here also, isn't it? നിങ്ങൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നു. Yeah. You put various things together in it. നിങ്ങൾ അനേക ഘടകങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. You put chili powder in it. മുളക് പൊടി ഇടുന്നുണ്ട്. You put dal in it. ദാലിടും. Salt in it. ഉപ്പ് ഇടുന്നുണ്ട്. Lot of things you put, isn't it? അനേക കാര്യങ്ങൾ അതിൽ ഇടുന്നുണ്ട്. Now you say, I don't want to put things together. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇടുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ, I want it eat it individually. ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് കഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Take the chili first. ഞാൻ മുളക് ആദ്യം എടുക്കുന്നു. Put it in your mouth. അത് നാം വായിക്കകത്ത് ഇടുന്നു. Can you do that? അങ്ങനെ ചെയ്യുവാൻ സാധ്യമാണോ? No, we will never do that. നാം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. You will never eat the salt alone, isn't it? ഉപ്പ് മാത്രമായിട്ട് നിങ്ങൾ കഴിക്കുകയില്ല. If you take it, one by one, it's not good. ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എടുത്താൽ അത് ശരിയല്ല. But when you put together and cook it, എന്നാൽ എല്ലാം കൂടെ എടുത്ത് നാം അത് വേവിക്കുമ്പോൾ, then you get that tasty sambar. സാമ്പാറിന്റെ ഒരു രുചി നമുക്ക് ലഭിക്കും. Our life is also like that. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. There are various experiences. നമ്മുടെ ജീവിതത്തിൽ അനേക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. If you take it one by one, ഓരോ സാഹചര്യം നാം പ്രത്യേകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, you may not be able to say that it's good. അത് നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. Some of the things may be bad in your life. നമ്മുടെ ജീവിതത്തിൽ ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. Some of the things may be, that discourages you. നമ്മളെ നിരാശപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But we should remember that when all things are put together, well, it is for your good and it is for the glory of God. നാം ഈ സകല കാര്യവും ഒരുമിച്ച് കൂട്ടി വായിക്കുമ്പോൾ, കൂട്ടി നോക്കുമ്പോൾ അത് നന്മയ്ക്കായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Very often we give the example of Joseph. യോസഫിന്റെ ഉദാഹരണം നാം പലപ്പോഴും പറയാറുണ്ട്. Think about his experience. തന്റെ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. His brothers hated him. തന്റെ സഹോദരന്മാർ തന്നെ വെറുത്തു. He was put in the pit. കുഴിയിൽ ഇട്ട് കളഞ്ഞു. Landed in the jail. അത് മാത്രമല്ല കാരാഗ്രഹത്തിലാക്കി. Falsely accused. തന്നെ കുറ്റം വിധിച്ചു. We know the stories. നമുക്ക് ആ കഥകളൊക്കെ അറിയാം. If you take it one by one, ഓരോന്നോരോന്നായിട്ട് നാം എടുത്താൽ, about nothing can we say. We can say that it's good. ഓരോ സാഹചര്യവും നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. But look at his life. എന്നാൽ തന്റെ ഇപ്പോഴത്തെ ജീവിതം നോക്കിയാൽ, where all those experiences led him to, where it all led him to, ഈ കാര്യങ്ങളെല്ലാം നയിച്ചത് എങ്ങോട്ടാണ്? he became the prime minister of Egypt. മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി തീർന്നു എന്ന് കാണുവാനായിട്ട് The കഴിയും. Lord was leading him to a position where he could be the sustainer of his people in the time of famine. ഫാമിൻ വന്നപ്പോൾ അവരെ സഹോദരന്മാരെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കി എന്ന് കാണുവാനായിട്ട് The കഴിയും. Lord was working everything together for good in his life. സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. Sometimes we may lose our job. ചിലപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കാം. Looking at it, many days we may be very much sad. നാം ഒരുപക്ഷെ നിരാശരായിട്ട് പല ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി. Sometimes accommodation problem may come. ചിലപ്പോൾ താമസിക്കാൻ ഒരു ഇടമില്ലാതെ ഇരിക്കാം. Physical problems may come. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. Yes, there are varieties of problems in this world. വിവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. And we experience all that. നാം ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നു. If you take them one by one, ഓരോന്നോരായിട്ട് എടുത്താൽ, you cannot call it good. അത് നല്ലതാണെന്ന് പറയാനായിട്ട് But സാധ്യമല്ല. we should remember that there is a God who is behind all this. ഇതിന്റെ പുറകെ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. He is looking at that larger frame and leading you through this experience. ഏറ്റവും അതിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ ദൈവം അത് ആഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. Guiding you to that point where you would be for his glory. നമ്മളെ മഹിമയ്ക്കായിട്ട് ആ സ്ഥലത്തേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. Molding you and taking you to that position where you would be for the good of others. പിന്നെ ഓരോ കാര്യത്തിലും മെനഞ്ഞുകൊണ്ട് ഏറ്റവും നന്മയ്ക്കായിട്ട് ആ കാര്യങ്ങളൊക്കെ കൂടി വ്യാപരിക്കുന്നു കാണുവാനായിട്ട് കഴിയും. That's the meaning of the statement. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്ക് കാണുവാൻ കഴിയും. All things work together for good. സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. Dear brothers and sisters, looking at certain things in our life, let us not get discouraged. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിന്മ വരുമ്പോൾ
അത് നാം നിരാശരായി പോകരുത്. The Lord allows certain bad things in our life. നമ്മുടെ ജീവിതത്തിൽ ചില തിന്മ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. But always remember, He is in control of our life. എന്നാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കർത്താവാണെന്ന് നാം മറന്നു പോകരുത്. He is making us better, to be used in His hand. നമ്മുടെ തന്റെ കരങ്ങളിൽ നാം ഏറ്റവും ഉപയോഗപ്രദമായി തീരുവാൻ താൻ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. Somebody has said like this. ഒരാളിങ്ങനെ പറയുകയുണ്ടായി, God allows what He hates to accomplish what He loves. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നാം വെറുക്കുന്ന കാര്യങ്ങൾ താൻ നമ്മളെ ഏറ്റവും മെച്ചമാക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ അനുവദിക്കുന്നു. I will tell that again. ഞാൻ ഒന്നുകൂടെ പറയാം. God allows what He hates to accomplish what He loves. താൻ സ്നേഹിക്കുന്ന കാര്യം, ഉദ്ദേശിക്കുന്ന കാര്യം താൻ നിവർത്തിക്കുവാൻ വേണ്ടി ചില തിന്മ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ കഴിയും. What He loves, താൻ എന്താണ് സ്നേഹിക്കുന്നത്? our life should be for good. നമ്മുടെ ജീവിതം ഏറ്റവും നല്ലതായി തീരുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. It should be for God's glory. കർത്താവിന്റെ മഹിമയ്ക്കായിട്ട് നമ്മുടെ ജീവിതമായിരിക്കണം. And that to become possible, അത് സാധ്യമായി തീരുവാൻ വേണ്ടി He permits certain things which He Himself hates in our life. താൻ തന്നെ വെറുക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് താൻ അനുവദിക്കുന്നു. In fact, He doesn't want us to suffer. നാം കഷ്ടത അനുഭവിക്കുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമില്ല. He wants us to be happy always. നാം എപ്പോഴും സന്തോഷവാനായിട്ട് തീരുവാനായിട്ട് ദൈവത്തിന് ആഗ്രഹമുണ്ട്. But He allows certain suffering എന്നാൽ ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നു to accomplish in our life what He loves. താൻ സ്നേഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടി താൻ ഈ കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നു. If that is so, അങ്ങനെയാണെങ്കിൽ in all our experiences we can say thank you Lord and live confidently. അങ്ങനെയാണെങ്കിൽ നാം സകല കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നാം ഓരോ ദിവസം ജീവിക്കേണ്ടതാണ്. Their description, നാം അവിടുത്തെ വിവരണം നാം കണ്ടു. their confidence. അവിടുത്തെ നാം ധൈര്യം. Now look at their progress here in verses 29 and 30. 29 30 വാക്യത്തിൽ ഒരു വിശ്വാസിയുടെ അഭിവൃദ്ധിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In the purposes of God, how God leads His children from one stage to another. ദൈവം തന്റെ ഉദ്ദേശത്തിനായി ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. In verses 29 and 30, we see Paul using certain important words. 29 വാക്യം 30 വായിക്കുമ്പോൾ ചില പദങ്ങൾ, പ്രധാനപ്പെട്ട പദങ്ങൾ പൗലോസ് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Very important theological doctrinal words. അവിടെ ദൈവശാസ്ത്രപരമായിട്ട് ചില പ്രധാനപ്പെട്ട ചില പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Each word we can ponder for many classes. ഈ ഓരോ വാക്കുകളും അനേക മണിക്കൂറുകൾ ചിന്തിക്കേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. We won't go into the details. ഞാൻ അതിന്റെ വിവരണത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. What is very important, I will share and pass on. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. We see the progress of redemption from one step to the next. ഇവിടെ നമ്മളെ വീണ്ടെടുപ്പിന്റെ അഭിവൃദ്ധി നമുക്ക് കാണുവാനായിട്ട് കഴിയും. First of all, He foreknew us. അവിടെ നാം കാണുന്നത് നമ്മളെ മുന്നറിഞ്ഞു എന്ന് കാണുവാൻ കഴിയും. അവൻ നമ്മളെ മുന്നറിഞ്ഞു. Secondly, He predestined us. അതിനുശേഷം നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. Then He called us. നമ്മളെ വിളിച്ചു എന്ന് കാണുന്നു. He justified us. അത് മാത്രമല്ല നമ്മളെ നീതീകരിച്ചു. And He glorified us. അത് മാത്രമല്ല തേജസ്കരിച്ചും ഇരിക്കുന്നു. He foreknew us. നമ്മളെ മുന്നറിഞ്ഞു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Foreknew means to know before, right? നേരത്തെ അറിയുക എന്നുള്ളതാണ് ഫോർന്യൂവിന്റെ അർത്ഥം. He knew us before our birth. മറ്റുള്ള കാര്യങ്ങൾ മുന്നിലായിട്ട് ഈ കാര്യങ്ങൾ ദൈവത്തിന് അറിയാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. He knew us before anything was created. സൃഷ്ടിക്ക് മുമ്പേ തന്നെ നമ്മളെ അറിഞ്ഞിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. So He foreknew us. നമ്മളെ താൻ മുന്നറിഞ്ഞു. I'm not trying to explain it doctrinally. ഞാൻ ഉപദേശപരമായിട്ട് അത് വ്യാഖ്യാനിക്കുകയല്ല. Let me try to put it practically. നാം പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. See, when you look at the scripture, നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, to know somebody speaks about a very close relationship, affection.
ഒരാളെ അറിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് കാണിക്കുന്നു. For example, ഉദാഹരണമായിട്ട് when we come to chapter 7 of Matthew, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ the Lord tells about the end times. അവസാന കാലയളവിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. He tells that certain people will come. ചില ആളുകൾ വരുന്നു എന്നുള്ള അവിടെ പറയുന്നു. And they will come and say, well, you came to our streets and you did this miracles, you did that miracles, and we also did many miracles in your name. നീ വന്ന് അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു, ഞാനും അങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നൊക്കെ ചിലർ പറയും. And what will the Lord tell those people? കർത്താവ് എന്താണ് അവരോട് പറയുന്നത്? I do not know you. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? I did not know you. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. Does it mean that I do not know your name? നിങ്ങളുടെ പേര് അറിഞ്ഞില്ല എന്നാണോ അതിന്റെ അർത്ഥം? I do not know from in which street you are living. നീ ഏത് സ്ട്രീറ്റിലാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ലേ? I don't have your address. നിന്റെ അഡ്രസ് എന്റെ കയ്യിൽ ഇല്ല എന്നാണോ അതിന്റെ ഉദ്ദേശം? Is that what the meaning of it? അതാണോ അതിന്റെ അർത്ഥം? No, the meaning of I do not know you is I don't have any relationship with you. ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആണെന്ന് പറയുന്നു. If you look at that answer, we understand that he knew them very well. ഈ കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ അറിയാം. He knew them very well. അവരെ നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം നമുക്കറിയാം. Because he calls them as workers of iniquity. അവിടെ പറഞ്ഞിരിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നാണ് അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. You cannot go and call somebody as workers of iniquity, whom you do not know, whom you have never seen. നാം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിക്കുവാൻ സാധ്യമല്ല. That means he knew their life very well. അവരുടെ ജീവിതം നന്നായിട്ട് കർത്താവിന് അറിയാം. He knew what kind of people they were. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. So when the Lord said, I never knew you, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ it means we have no relationship at all. കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളാണ്. You have nothing to do with me. ഞാനും നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. Now here we see that God foreknew us. ഇവിടെ കർത്താവ് നമ്മളെ മുന്നറിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. We can take this meaning for that phrase. നാം ഈ അർത്ഥം നമുക്ക് അവിടെ എടുക്കാം. The Lord loved us, got into a relationship with us when there was nothing. ഒന്നുമില്ലായ്മയിൽ തന്നെ ദൈവം നമ്മളെ അറിഞ്ഞു, അത് മാത്രമല്ല നമ്മളെ സ്നേഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. When I was not in existence, he saw me and got into a relationship with me. ഞാൻ ഉളവാകുന്നതിന് മുമ്പേ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു, അത് മാത്രമല്ല നമ്മളുമായിട്ട് ഒരു ബന്ധം ദൈവം സ്ഥാപിച്ചു. Even before he created the earth, ഈ ഭൂമിയൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പേ തന്നെ, even before he created anything, ഏത് കാര്യവും സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ, even before he created the angels, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, in the past eternity, നിത്യതയിൽ തന്നെ he saw you and I, എന്നെ നിങ്ങളെയും അവൻ കണ്ടു. and he got into a relationship with you and I. നിന്നോടും ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു. He got into a love relationship in the past eternity itself. കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നമ്മളെ ദൈവം സ്നേഹിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. That's foreknowledge. അതാണ് മുന്നറിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. Foreknowledge in simple terms. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. We can go on discussing into various other levels, but we are not going to do. വേറൊരു തലത്തിൽ വേണമെങ്കിൽ അത് പറയാൻ സാധിക്കും, പക്ഷേ അങ്ങോട്ട് കടക്കുന്നില്ല. What a blessed thing it is that he saw us in the past eternity and loved us. മുന്നമേ തന്നെ നമ്മൾ ഉളവാകുന്ന മുമ്പേ തന്നെ നമ്മളെ കണ്ട് സ്നേഹിച്ചു, നാമുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. Let me tell you one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ. For our redemption and salvation, നമ്മുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായിട്ട്, this is the beginning. ഇതാണ് അതിന്റെ തുടക്കം. Foreknowledge. മുന്നറിവ്. Our salvation began with the Father. നമ്മുടെ രക്ഷ ആരംഭിച്ചത് പിതാവിൽ നിന്നാണ്. When we come to 1 Peter chapter 1 verses 1 and 2, we see that this foreknowledge is in the sight of the Father. ഇവിടെ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ മുന്നറിവ് പിതാവിന്റെ പക്കലുണ്ടായിരുന്നു. Father foreknew us. പിതാവ് നമ്മളെ മുന്നറിഞ്ഞു. That's the beginning of our salvation. നമ്മുടെ രക്ഷയുടെ തുടക്കം അവിടെയാണ്. Let me tell you one thing. ഒരു കാര്യം ഞാൻ പറയട്ടെ. You see, when we think about our salvation, നാം നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, we first think about our Savior. നാം രക്ഷിതാവിനെ കുറിച്ച് നാം ചിന്തിക്കും. Our Lord Jesus, he is the first one who comes into our mind. യേശുക്രിസ്തു ആണ് ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്. Yes or no?
ശരിയാണോ? Yeah, among the three persons, our Lord comes in our mind first. ആദ്യമായിട്ട് കടന്നു വരുന്നത് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പേരാണ് കടന്നു വരുന്നത്. But we should remember one thing. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, The salvation did not begin with the Son, but it began with the Father, with the Father. രക്ഷ കടന്നു വന്നത് യേശു ക്രിസ്തുവിൽ നിന്നല്ല, അത് പിതാവിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് കാണുവാനായിട്ട് കഴിയും. Not telling that Christ is not in that foreknowledge. യേശു ക്രിസ്തു അവിടെ മുന്നറിവിൽ ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞു But വരുന്നത്. strictly speaking, well, it is from the Father that the salvation began. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ പിതാവായ ദൈവത്തിൽ നിന്നാണ് ഈ മുന്നറിവ്, രക്ഷ കടന്നു വരുന്നത് കാണുവാൻ കഴിയും. As we see elsewhere, all things are of God. God means God the Father. സകലതും പിതാവിൽ നിന്ന് ഉളവാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. He is the source of all blessing. സകല അനുഗ്രഹത്തിന്റെ ഉറവിടം പിതാവാണ്. Christ is the means of all blessing. യേശു ക്രിസ്തു അതിന്റെ മുഖാന്തരമാണെന്ന് കാണുവാനായിട്ട് കഴിയും. And Spirit applies it into our life. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്നു. But the source is the Father always. എന്നാൽ ഇതിന്റെ ഉറവിടമെല്ലാം പിതാവായ ദൈവം തന്നെയാണ്. So here we see the first step in our salvation. ഇതിന്റെ രക്ഷയുടെ ഒന്നാമത്തെ പടി ഇവിടെ മുന്നറിവ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Foreknew. മുന്നറിഞ്ഞു. The second word. രണ്ടാമത്തെ വാക്ക് ഇതാണ്. What's it? What is the second word? Predestined. മുൻ നിയമിച്ചു. What is the meaning of this? എന്താണ് അതിന്റെ അർത്ഥം? The literal meaning of the word used there is to mark out. നമ്മളെ വിളിച്ച് മാർക്ക് ചെയ്ത് നമ്മളെ ഉറപ്പിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ അർത്ഥമാക്കുന്നത്. Suppose you are going to a market or something. നാം ചന്തയിലേക്ക് പോകുക എന്ന് വിചാരിക്കുക. Suppose you have to put a mark on things that you are going to choose. ഇന്ന കാര്യങ്ങൾ വാങ്ങിക്കണമെന്ന് നാം ഇങ്ങനെ ടിക്ക് ചെയ്യാറുണ്ട്. Suppose you are going to each item and putting a tick mark on what you want. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് അത് നാം ചെക്ക് ചെയ്യാറുണ്ട്. You are marking it, isn't it? നാം അത് മാർക്ക് ചെയ്യുകയാണ്. People coming after you, man coming after you will pick up all that you mark. നാം മാർക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം മറ്റേ ആൾ എടുക്കുന്നു. That's the action here, to mark out. അതാണ് നാം മാർക്ക് ഔട്ട് എന്നതിന്റെ അർത്ഥം കാണുന്നത്. So when it says predestined, it means God has marked us out to be to some blessing. നമുക്ക് മുൻനിയമിച്ചു എന്ന് പറയുമ്പോൾ ചില അനുഗ്രഹത്തിനായി നമ്മളെ വിളിച്ചു അല്ലെങ്കിൽ നമ്മളെ നിർണയിച്ചു എന്നുള്ള കാര്യം കാണുവാനായിട്ട് കഴിയും. And what is that blessing? What is that purpose? എന്താണ് അതിന്റെ അനുഗ്രഹം, അതിന്റെ ഉദ്ദേശം? Before I go to that, അതിൽ പോകുന്നതിന് മുമ്പായിട്ട് let me just mention another word also. വേറൊരു കാര്യം കൂടെ ഞാൻ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞു. There is another word which often comes along with these words. ഈ വാക്കിനോട് കൂടി ചേർന്നാണ് ആ വാക്കും വരുന്നത്. That's the word election. നാം തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യമാണ്. When you look at election, നാം തെരഞ്ഞെടുപ്പ് എന്ന് നാം അത് അർത്ഥമാക്കുമ്പോൾ it is about the people elected. അത് ജനങ്ങളെ കുറിച്ചാണ്, ജനങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയും. When you come to this word predestinated or predestined, മുൻനിയമിച്ചു എന്ന് നാം പറയുമ്പോൾ this word is in connection with the purpose. ഈ മുൻനിയമിച്ചു എന്ന് പറയുമ്പോൾ ചില ഉദ്ദേശങ്ങൾക്കായിട്ട് മുൻനിയമിച്ചു എന്ന് കാണുവാൻ കഴിയും. Yeah. When you say election, it tells about who is elected, the people. നാം ചില തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. But the purpose in every reference, it takes you to the the word predestination, it takes you to the purpose of that election, purpose of that choosing. മുൻനിയമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം കൂടി അതിലുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. Here also we see the same thing. ഇവിടെയും അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. Predestinated to be conformed to the image of his son. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. That he might be the firstborn among many brethren. അത് മാത്രമല്ല, അത് നാം പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് നമുക്ക് കാണുവാൻ കഴിയും. He is the only begotten when he came to this earth. ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏകജാതനായ പുത്രനായിരുന്നു. But now we are made the children of God. നാം ഇപ്പോൾ ദൈവമക്കളായി തീർന്നു. So the only begotten becomes the firstborn then. ഏകജാതനായ പുത്രൻ ഇപ്പോൾ ആദ്യജാതനായി തീർന്നു. As we see in Hebrews chapter 2, he calls us his brethren. എബ്രായ ലേഖനത്തിൽ നമ്മളെ സഹോദരന്മാരെന്ന് കർത്താവ് വിളിക്കുന്നു. It's by his grace. അത് കർത്താവിന്റെ കൃപയാലാണ്. Not that we merited it. നമുക്ക്
അർഹത ഉണ്ടായിട്ടല്ല, by His grace He is calling us. കർത്താവിന്റെ കൃപയാൽ നമ്മളെ വിളിച്ചു. So He is the firstborn. താൻ ആദ്യജാതനാണ്. And it is our responsibility as God's children to be conformed to the image of the Lord Jesus Christ. നമ്മുടെ ചുമതല എന്ന് പറയുന്നത് കർത്താവിനോട് അനുരൂപരാകുക എന്നുള്ളതാണ്. That is conformity to His image each day. കർത്താവിന്റെ സ്വരൂപത്തോടെ ഓരോ ദിവസവും നാം അനുരൂപരാകേണ്ടതായിട്ടുണ്ട്. For that we are predestinated. അതിനുവേണ്ടിയാണ് നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നത്. Next word is called. പിന്നെ അവിടെ വിളിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. This call may be that inner call, that conviction that the Spirit gives us, to receive the Lord as our Savior and Lord. ആ വിളി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് കാര്യം പറയുമ്പോൾ നമുക്ക് വന്ന ബോധ്യത്തെ കുറിച്ച് ഉള്ള വിളിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The inner call. നമുക്ക് ഉള്ളിലുള്ള ആ വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Then we are told that we are justified. അത് മാത്രമല്ല നാം നീതീകരിക്കപ്പെട്ടു എന്ന് ഇവിടെ കാണുന്നു. Justified, it's a very beautiful term. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു വാക്കാണ്. It's more than forgiveness. അത് ക്ഷമയേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വാക്കാണ് നീതീകരണം. It's more than forgetting. നാം മറക്കുന്നതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു പദമാണ് നീതീകരണം. It's more than cleansing. നാം ശുദ്ധീകരണത്തെക്കാൾ കൂടിയ ഒരു പദമാണ് നീതീകരണം. We see all these terminologies in various places in connection with God's dealing with our sins. നമ്മുടെ പാപങ്ങളെ കുറിച്ച് താൻ എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഈ വാക്കുകളൊക്കെ കടന്നു വരുന്നത്. Yeah, He cleansed all our sins. നമ്മുടെ പാപങ്ങളെ അവൻ കഴുകി കളഞ്ഞു. He has put it behind Him. He will never remember it. അവൻ താൻ എറിഞ്ഞു കളഞ്ഞു, തന്റെ പുറകെ എറിഞ്ഞു കളഞ്ഞു എന്ന് കാണുവാൻ കഴിയും. He forgave all that. സകല കാര്യം താൻ മറന്നു കളഞ്ഞു. But let me tell you one thing. എന്നാൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ. When He forgave us our sins, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. it means we had sinned. നാം പാപം ചെയ്തു, അതുകൊണ്ടാണ് ക്ഷമിച്ചത്. When He cleansed our sins, നമ്മുടെ പാപം കഴുകി കളഞ്ഞപ്പോൾ it shows that we did sin. നമുക്ക് അഴുക്കുണ്ടായിരുന്നു, പാപമുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയും. When He put it behind it, താൻ പുറകെ എറിഞ്ഞു കളഞ്ഞപ്പോൾ that means it was before Him once. It was before Him once. നേരത്തെ നാം അങ്ങനെ ആയിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും. It was before His eyes once, those sins. ആ പാപങ്ങൾ നമ്മുടെ മുമ്പിൽ ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും. We had sinned in the sight of God. ദൈവത്തിന്റെ മുമ്പിൽ നാം പാപം ചെയ്തു എന്ന് കാണുവാൻ കഴിയും. But when we say that we are justified, നാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ it's more than all that. അതിനുപരിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണാൻ. When you say we are justified, നാം നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ heaven is declaring that we had never sinned. സ്വർഗ്ഗം ഇങ്ങനെ പറയുകയാണ്, നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. Isn't that wonderful? അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ലേ? It's about you and I. നിങ്ങളെ എന്നെ കുറിച്ചും നിന്നെ കുറിച്ചുമാണ് അത് പറയുന്നത്. We had never sinned. നാം ഒരിക്കലും പാപം ചെയ്തിട്ടില്ലേ? Come on, tell me, you do not know that. We had never sinned. നാം പാപം ചെയ്തിട്ടില്ലേ? We have sinned, isn't it? Even after becoming God's children, we sin, right? ദൈവമക്കളായത് തീർന്നതിന് ശേഷവും നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But here in justification, heaven is declaring that we have never sinned. All the charges are gone. നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വർഗം പറയുകയാണ്, ഇവൻ ഒരിക്കലും പാപം ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. It's because of the Lord Jesus. അത് യേശുക്രിസ്തു മുഖാന്തരമാണ്. He comes in between and says, all that He did, it was my deeds. ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത പ്രവർത്തികളാണെന്ന് അവിടെ കാണുവാൻ കഴിയും. Put it on me. എന്റെ മേൽ ഇട്ടുകൊള്ളുക, I will pay it. ഞാൻ അത് നിവർത്തിക്കുമെന്ന് പറയും. So when He came in between and stood as a substitute, heaven declared that I have not sinned, you have not sinned. നമുക്ക് പകരമായിട്ട് യേശുക്രിസ്തു നിന്നപ്പോൾ പറയുകയാണ്, ഞാനാണ് പാപം ചെയ്തത്, നിങ്ങളാരും പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. That's justification. അതാണ് നീതീകരണം. You can sit and meditate upon it the whole day. ഈ ദിവസം മൊത്തവും നമ്മൾ ഇരുന്ന് ഈ നീതീകരണത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. The last word is glorified. അവസാനത്തെ വാക്ക് തേജസ്കരിച്ചുമിരിക്കുന്നു. I know the time is over. സമയം കഴിഞ്ഞുവെന്ന് എനിക്കറിയാം. We are glorified. നാം തേജസ്കരിച്ചുമിരിക്കുന്നു. Are we glorified? നാം തേജസ്കരിക്കപ്പെട്ടവരാണോ? No, we are still in our weak body, isn't it? നാം എപ്പോഴും ക്ഷീണമുള്ള മർത്യ ശരീരങ്ങളിലാണ്. A lot of problems in the body, isn't it? ശരീരത്തിൽ തന്നെ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. Not at glorified. തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. But then why is Paul using the past tense here? ഇവിടെ എന്തുകൊണ്ട് തേജസ്കരിക്കപ്പെട്ടു എന്ന് അവിടെ ഭാവി കാലത്ത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭൂതകാലത്തെ കുറിച്ച്. It shows the assurance, it gives the certainty that it's definitely going to be done.
അത് തീർച്ചയായിട്ടും അത് നാം തേജസ്കരിക്കപ്പെടും എന്നുള്ള പദം കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Suppose you say something to your children. നാം ഒരു പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെ മക്കളോട് ഇങ്ങനെ പറഞ്ഞേക്കാം, Mone, do that. മോനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുക. Sometimes he will say like this. ചിലപ്പോൾ അവൻ ഇങ്ങനെ പറയും, Daddy is done. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. Is it done? അത് തീർന്നതാണോ? No, it's not done. ഒന്നും ചെയ്തിട്ടില്ല അവൻ. Now only we told that he should do that. നീ ആ കാര്യമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. But he's telling done. അവൻ പറയുകയാണ് അല്ല ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? Definitely I will do it. ഞാൻ തീർച്ചയായും അത് ചെയ്യും എന്നുള്ളതാണ്. You can rest assured that it is done. അത് തീർച്ചയായും ഞാൻ അത് ചെയ്യും. You know, you use past tense to make sure, to assure that the thing will be done. ഇവിടെ ഭൂതകാലത്ത് പറഞ്ഞിരിക്കുന്ന ആ കാര്യം തീർച്ചയായിട്ടും നടക്കും എന്നുള്ള കാര്യമാണ്. When we come to chapter 17 of John's Gospel, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ we see the great prayer of our Lord Jesus. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. There he said, I have glorified thee on the earth. ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിന്നെ മഹത്വീകരിച്ചു എന്ന് പറയുന്നു. I have glorified. ഞാൻ നിന്നെ മഹത്വീകരിച്ചു എന്ന് പറയുന്നു. The next day he was going to die and glorify the Father. അടുത്ത ദിവസം താൻ മരിക്കാൻ പോവുകയാണ്. അതിനുശേഷം താൻ പിതാവിനെ മഹത്വപ്പെടുത്തും. Through that death he will glorify the Father. മരണം മൂലം പിതാവിനെ താൻ മഹത്വീകരിക്കുന്നു. But now he's telling, I have glorified. അവിടെ പറയുകയാണ് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നു. Now in what sense he is using that past tense? എന്തുകൊണ്ടാണ് താൻ ഭൂതകാലത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്? It is the same thing. ഈ കാര്യം തന്നെയാണ്. He is on the way to the cross. താൻ ക്രൂസിലേക്ക് കടന്നു പോവുകയാണ്. He is going to do that. താൻ തീർച്ചയായിട്ടും താൻ അവിടെ മരിക്കും. Father, it's done. ഇവിടെ ഞാൻ മഹത്വപ്പെടുത്തി എന്ന് അവിടെ കാണുവാനായിട്ട്. Father, take it as if it is done. ഞാൻ ചെയ്തു തീർത്തു എന്ന് നീ വിചാരിക്കുക. It's the same sense over here also. ഇവിടെയും അതേ പദമാണ് നമുക്ക് കാണുവാൻ കഴിയും. We are glorified. നാം തേജസ്കരിച്ചും ഇരിക്കുന്നു. That shows that it's definitely going to be. അത് തീർച്ചയായും നടക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Dear brothers and sisters, we are on the way to glory. നാം തേജസ്സിലേക്കുള്ള വഴിയിലാണ് നാം. Right from verse 17 we have been, referring to the glory. നാം 17-ാം വാക്യം മുതൽ തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Through this path of suffering we are going to that destination, the glory. നാം കഷ്ടതയിൽ കൂടെ നാം കടന്ന് തേജസ്സിലേക്ക് നാം എത്തപ്പെടുകയാണ്. Now Paul is telling we are glorified, means we are definitely going to be glorified. ഇവിടെ നാം തീർച്ചയായിട്ടും നാം തേജസ്കരിക്കപ്പെടും എന്നവിടെ പൗലോസ് പറയുകയാണ്. We are on the way. നാം പോകുന്ന വഴിയിലാണ്. Set your eyes on that day. നാം ആ ദിവസത്തിനായി നാം കണ്ണുകളെ we will become like the Lord. നാം കർത്താവിനെ പോലെ ആയിത്തീരും. We can take the experiences of our day to day life as negligent. നമ്മളെ ഓരോ ദിവസം നമുക്ക് വരുന്ന കഷ്ടത സാരമില്ല എന്ന് നാം എണ്ണണം. Set your eyes on the cross, or rather on the glory, on that last day. തേജസ്സിലേക്കുള്ള നാം നമ്മുടെ കണ്ണുകൾ അതിലേക്ക് നാം പതിക്കേണ്ടതായിട്ടുണ്ട്. We looked at the description. നാം വിവരണം നാം കണ്ടു. We looked at their confidence. നാം അവരുടെ ധൈര്യം നാം കണ്ടു. Now we looked at that progress. നാം അവരുടെ അഭിവൃദ്ധി നാം കാണുകയാണ്. Through various steps, including the sufferings, we are on the way to that glory. അനേക പടികൾ നാം കാണുകയാണ്. നാം മഹത്വീകരണത്തിലേക്കുള്ള പടികൾ. Why is Paul telling all this? എന്തുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നു? You look at that future and order your life. നാം ഭാവി കാലം നോക്കി നാം ജീവിക്കുക എന്നുള്ള കാര്യമാണ്. Dear brothers and sisters, I hope this is a matter that would encourage us this morning. നമ്മളെ ഇന്ന് രാവിലെ സമയം ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Set your eyes on the future. നമ്മുടെ കണ്ണുകൾ ഭാവിയിലേക്ക് നമുക്ക് നോക്കാം. And let that have an impact and effect upon your present. നാം ഇപ്പോൾ ജീവിക്കുമ്പോൾ ഭാവിയിലേക്ക് നോക്കി അതിനനുസരണമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. I know the time is over. സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. Still a small story. എന്നാൽ ഒരു ചെറിയ കഥ പറയാണ്ട് and I hope it will help you. നിങ്ങളെ അത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. Probably you may have heard it too. നിങ്ങൾ ഒരുപക്ഷേ കേട്ടിരിക്കും. It's about a little boy. ഒരു ബാലകനെ കുറിച്ചാണ്. He was traveling in a train. താൻ ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. Train was passing through, a desert place. ഒരു മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ കടന്നു പോകുന്നു. And it was very difficult while passing through that desert. മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. Because it was very hot. വളരെ ചൂടുള്ള സമയമാണ്. Old people, children, everyone cries when it's passing through that. അതിലേക്കൂടെ കടന്നു പോകുമ്പോൾ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും എല്ലാം കരയുകയാണ്. So this boy was in that. ബാലകനും ആ ട്രെയിനിൽ തന്നെ
തന്നെ ഉണ്ടായിരുന്നു. And everyone was crying in that compartment. ആ ട്രെയിനിൽ എല്ലാവരും കരയുന്നതായിട്ട് കണ്ടു. But he was happy in the midst. താൻ വളരെ സന്തോഷവാനായിട്ട് He ഇരിക്കുന്നു. was not crying. താൻ അവിടെ കരയുന്നില്ല. He was happy. താൻ സന്തോഷവാനായിട്ട് One of the elderly person noticed this little boy. ഒരു പ്രായമുള്ള ആള് ഈ ബാലകനെ ഇങ്ങനെ നോക്കി, We are crying. ഞങ്ങളെല്ലാവരും കരയുന്നു, He is happy. താൻ മാത്രം സന്തോഷവാനായിട്ട്. What's the secret? എന്താണ് അതിന്റെ സീക്രട്ട്? He called the little boy ആ മകനെ ഇങ്ങനെ വിളിച്ചു. and he asked, ഇങ്ങനെ ചോദിച്ചു, we are crying. ഞങ്ങളെല്ലാവരും കരയുന്നു, You are not crying. നീ കരയുന്നില്ല. Why? What is the reason for എന്താണ് it? അതിന്റെ കാരണം? And he told like this, താൻ ഇങ്ങനെ പറഞ്ഞു, Uncle, you know, after this desert place, ഈ മരുഭൂമി ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ there is immediately after that there is a station. അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. My father is waiting for me there. എന്റെ പിതാവ് അവിടെ കാത്തിരിങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു. I am thinking about my dad. ഞാൻ എന്റെ പിതാവിനെ ഓർത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക. I am thinking about meeting my dad. എന്റെ പിതാവിനെ എതിരേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So this heat and this temperature and sweat and all that doesn't come into my mind at all. ഈ ചൂടും ഇങ്ങനെയുള്ള വേർപ്പും ഉള്ള ചൂടുള്ള കാര്യമൊന്നും ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല എന്ന് പറഞ്ഞു. Yes, I am also sweating, no doubt. ഞാനും ഇപ്പോൾ വേർത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. But my mind is all set on meeting my dad at the other station. എന്നാൽ എന്റെ മനസ്സ്, എന്റെ ചിന്ത മുഴുവൻ എന്റെ പിതാവ് അടുത്ത സ്റ്റേഷനിലുണ്ട് എതിരേൽക്കുവാൻ വേണ്ടിയാണ്. If your eyes are set on that future day when we shall meet him, when we shall be glorified, that would have an impact in our present life. നമ്മുടെ നോട്ടം, നമ്മുടെ ജീവിതം നാം കർത്താവിലേക്ക്, നാം ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. May the Lord help us and bless us. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാം.